أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചത് സംബന്ധിച്ച് വല്ല വിധത്തിലും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഇതിന് തുല്യമായതിൽ നിന്നൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. അതിനായി അള്ളാഹുവിന് പുറമേയുള്ള നിങ്ങളുടെ സാക്ഷികളെയും സഹായികളെയും വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. ഈ ആയത്തിൻ്റെ ബാക്കി തഫ്സീറിൽ ഇൻ കുൻതും ഫി റൈബിൻ എന്നതിന് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകളുമായുള്ള ബന്ധം വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു: സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിനെ ലാ റൈബ ഫീഹി, ഇതിൽ ഒരു സംശയവുമില്ല എന്ന് വിശേഷിപ്പിക്കുകയും എല്ലാ മനുഷ്യരെയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇത് ഖുർആൻ്റെ സത്യതയുടെയും ദൈവികതയുടെയും തെളിവാണ്. എന്നാൽ അവിശ്വാസികൾ ഖുർആൻ്റെ ഈ വാദത്തിനെതിരെ ആക്ഷേപമുന്നയിച്ചു. ഖുർആൻ്റെ ഈ അധ്യാപനം, പ്രത്യേകിച്ച് തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ അധ്യാപനം അവരെ മതത്തെക്കുറിച്ച് തന്നെ സംശയങ്ങൾക്ക് കാരണമാക്കുന്നുവെന്നും പിന്നെ എങ്ങനെയാണ് ഈ ഗ്രന്ഥം യാതൊരു സംശയവും ഇല്ലാത്തതായി തീരുന്നതുവെന്നും പറയുകയുണ്ടായി. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന വാക്കുകളിലൂടെ അള്ളാഹു അവരുടെ ആരോപണത്തിന് മറുപടി നൽകി. അതായത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒന്നാമതായി സൂറത്തുൽ ബഖറയിൽ മുമ്പ് പറഞ്ഞ മാതൃകയിലുള്ള ഒരു സൂറത്ത് നിർമ്മിക്കുക. അതായത്, ആദ്യ ആയത്തുകളിൽ പറഞ്ഞ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതി അവതരിപ്പിക്കുക. രണ്ടാമതായി നിങ്ങളുടെ സാക്ഷികളെയും വിളിക്കുക. ചുരുക്കമെന്തെന്നാൽ, സൂറത്തുൽ ബഖറയുടെ ആദ്യ ആയത്തുകളിൽ കടന്നുപോയ വിഷയങ്ങൾക്ക് തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഖുർആൻ ചലഞ്ച് ചെയ്യുകയാണ്. ഖുർആനിൽ പറഞ്ഞ മറ്റു തത്വങ്ങൾക്ക് സമാനമായ എന്തെങ്കിലും കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിമർശനത്തിന് കാരണമായ ഈ ആദ്യ ആയത്തുകളിലെ വിഷയങ്ങൾക്കനുസരിച്ച് ഒരു സൂറത്ത് കൊണ്ടുവരിക. എന്നാൽ അങ്ങനെ അവർക്കൊരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുകയില്ല. ഹുസൂർ പറയുന്നു, മനുഷ്യരിൽ തഖ്വ ഇല്ലാത്തവർ ഉള്ളിടത്തോളം കാലം ഇത്തരം വിമർശനങ്ങൾ മുമ്പുമുണ്ടായിരുന്നു, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ വിദ്വേഷരഹിതമായി ഒരാൾ ഈ ആശയങ്ങൾ, അതായത് ഖുർആൻ്റെ സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരിക എന്ന ആശയം നിറവേറ്റാൻ ശ്രമിച്ചാൽ അവന് പരാജയം സമ്മതിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാകുകയില്ല. അതിനാൽ വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തിൽ തന്നെ പറയുന്നു: നീ അടുത്ത കാലത്തോ ഭാവിയിലോ ഏതെങ്കിലും കാലത്തോ ഈ ഖുർആൻ്റെ സമാനമായ ഒന്നും കൊണ്ടുവരാൻ നിനക്ക് കഴിയുകയില്ല. വിശുദ്ധ ഖുർആനിൽ 5 ഭാഗങ്ങളിലാണ് ഖുർആൻ്റെ മാതൃക കൊണ്ടുവരാൻ ചലഞ്ച് ചെയ്യുന്നത്. അതിൽ സൂറത്തുൽ ബഖറ, സൂറത്തുൽ യൂനുസ് എന്നിവിടങ്ങളിൽ ഒരേ തരത്തിലുള്ള ആശയമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി 3 സ്ഥലങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സൂറത്തുൽ ബനി ഇസ്രായേൽ മുഴുവൻ ഖുർആൻ്റെ സമാനമായ ഒരു രചന കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്. ഹൂദിൽ 10 സൂറത്തുകളും തൂറിൽ ഒരു വാചകം മാത്രം കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്. ഈ വ്യത്യാസം അവതരണ ക്രമവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചിലർ പറയുന്നു. ആദ്യം മുഴുവൻ ഖുർആൻ, പിന്നീട് 10 സൂറത്തുകൾ, ഒരു സൂറത്ത്, ഒരു വാചകം എന്നിങ്ങനെ. എന്നാൽ ആദ്യം അവതരിച്ച സൂറത്തുൽ തൂറിൽ ഒരു വാചകം മാത്രം ആവശ്യപ്പെടുന്നതിനാൽ ഇവരുടെ ഈ വാദം യുക്തിരഹിതമാണ്. കാരണം ചില സൂറത്തുകൾ ഏകദേശം ഒരേ സമയത്താണ് അവതരിച്ചത്. അവയുടെ കൃത്യമായ ക്രമം നിർണ്ണയിക്കാൻ തന്നെ പ്രയാസവുമാണ്. ഹുസൂർ പറയുന്നു, ഖുർആൻ്റെ മാതൃകയെ ആവശ്യപ്പെട്ടുകൊണ്ട് ചലഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സൂറത്തുൽ ബഖറ ഒഴികെ എല്ലായിടത്തും സമ്പത്തിൻ്റെയും ശക്തിയുടെയും പരാമർശം കാണാം.
സൂറത്തുൽ ബഖറയിൽ ഇത് പരാമർശിക്കാത്തതിൻ്റെ കാരണം ഇതിൽ പുതിയ വെല്ലുവിളിയല്ല, മറിച്ച് സൂറത്തുൽ യൂനിസിലെ വെല്ലുവിളി ബഖറയുടെ വിഷയങ്ങൾക്കനുസരിച്ച് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. സൂറ യൂനിസാകട്ടെ മക്ക സൂറയും ബഖറയാകട്ടെ മദനി സൂറയുമാണ്. സൂറത്തുൽ യൂനിസിൽ ഈ ചലഞ്ചിന് തൊട്ട് മുൻപുള്ള ആയത്തിൽ പറയുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവിതമാർഗം ഏർപ്പെടുത്തി തരുന്നത് ആരാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ചെവികളെയും കണ്ണുകളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അതുപോലെ സൂറത്തുൽ ഹൂദിലെ ആയത്തിനു മുമ്പും പറയുന്നു, ലൗലാ ഉൻസില അലൈഹി കൻസുൻ ഔ ജാഅ മാഹു മലക്കു, എന്തുകൊണ്ടൊരു നിധി അവൻ്റെ മേൽ ഇറക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവനോടൊപ്പം ഒരു മലക്ക് എന്തുകൊണ്ടുവരുന്നില്ല? ഈ രീതിയിൽ ഖുർആന്റെ മിസ്ല് ചോദിച്ചിട്ടുള്ള 4 ഭാഗത്തും വ്യത്യസ്ത രീതിയിൽ സമ്പത്തും ശക്തിയും പറ്റി പരാമർശം വരുന്നുണ്ട്. ഈ വിഷയങ്ങൾക്കുള്ള മറുപടിയും സമ്പത്തിൻ്റെ ആവശ്യത്തിന് ഖുർആനെ ഖജനാവായും മലക്കുകളുടെ ആവശ്യത്തിന് ഖുർആനിലൂടെ വചനം ലഭിച്ചതായും ഉത്തരം നൽകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ മാതൃക ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ കൂടുതലായി വചനം ആവശ്യപ്പെടുന്നിടത്ത്, അതായത് ഖുർആനോ 10 സൂറത്തുകളോ ആവശ്യപ്പെടുന്നിടത്ത് അവിശ്വാസികളുടെ പൊതു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ചെയ്തത്. അതുപോലെ കുറഞ്ഞ വചനങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത്, അതായത് ഒരു സൂറയോ അല്ലെങ്കിൽ കുറച്ച് വചനമോ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അള്ളാഹു തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഖുർആന്റെ എല്ലാ ആവശ്യങ്ങളും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.